സെക്ഷൻ 212(15) അനുസരിച്ച് പോലീസ് റിപ്പോർട്ടിനെ റിപ്പോർട്ടായി ദിസ് റിപ്പോർട്ട് ക്യാൻ ബി കൺസിഡർഡ് സെയിം ലൈക്ക് എ പോലീസ് റിപ്പോർട്ട്, സോ ഇറ്റ് ക്യാൻ ബി അക്സെപ്റ്റഡ് എന്ന് അതും വിവിധ ജഡ്ജ്മെന്റ്സ് കോട്ട് ചെയ്തുകൊണ്ടാണ് ആ ജഡ്ജിന്റെ ഉത്തരവ് വന്നിട്ടുള്ളത്. അതിനകത്ത് തന്നെ എനിക്ക് സംശയമൊന്നും. കോടതി ഇറ്റ്സ് മാറ്റർ ജുഡീഷ്യൽ മാറ്ററാണ്. എന്നിട്ട് ഞാനെങ്ങനെ അഭിപ്രായം പറയാം? അതാണ് ജഡ്ജിന്റെ സ്വാതന്ത്ര്യം. ആ ജഡ്ജിന്റെ നടപടി ശരിയല്ല എന്ന് പറഞ്ഞല്ലേ ഇപ്പോൾ ഹൈക്കോടതി പോയി സ്റ്റേ മേടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർഡർ വായിച്ചിട്ടുണ്ടോ? 5 ജഡ്ജ്മെന്റ്സ് കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓർഡർ. ആ ഓർഡർ ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ ഒരിക്കലും ആ സ്റ്റേ കിട്ടില്ല. ആ സ്റ്റേ ഒക്കെ വെക്കേറ്റ് ചെയ്തു പോകും. കാരണം വെക്കേഷൻ കോർട്ടിന് ഒരു ആപ്ലിക്കേഷൻ വന്നു, സ്റ്റേ കിട്ടി. അല്ലാതെ അതിന്റെ മെറിറ്റ്സിലേക്കോ ആ ജഡ്ജി എടുത്ത ഓർഡർ വായിച്ചു നോക്കിയാൽ കൃത്യമായി ആ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ട് ഓർഡർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കമ്പനീസ് ആക്ട് സെക്ഷൻ 212(15) അനുസരിച്ച് പോലീസ് റിപ്പോർട്ടിനെ റിപ്പോർട്ടായി ദിസ് റിപ്പോർട്ട് ക്യാൻ ബി കൺസിഡർഡ് സെയിം ലൈക്ക് എ പോലീസ് റിപ്പോർട്ട്, സോ ഇറ്റ് ക്യാൻ ബി അക്സെപ്റ്റഡ് എന്ന് അതും വിവിധ ജഡ്ജ്മെന്റ്സ് കോട്ട് ചെയ്തുകൊണ്ടാണ് ആ ജഡ്ജിന്റെ ഉത്തരവ് വന്നിട്ടുള്ളത്. അതിനകത്ത് തന്നെ എനിക്ക് സംശയം. ഞാൻ ഇപ്പോഴും പറയുന്നു, ലാവ്ലിൻ കേസ് സുപ്രീം കോടതി എടുത്താലും ഒന്നും സംഭവിക്കാനൊന്നുമില്ല. കാരണം 2013 UPA സർക്കാർ അധികാരത്തിലിരുന്ന സമയത്ത് അന്വേഷിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അത് എവിടെ എത്തിക്കാൻ പറ്റുന്ന റിപ്പോർട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് വന്നേക്കുന്ന ലാവ്ലിൻ കേസിന്റെ പണമിടപാട് സംബന്ധിച്ച് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ലാവ്ലിൻ കേസിന് വീണ്ടും തെളിവാകും. പക്ഷേ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് വന്നേക്കുന്ന ലാവ്ലിൻ കേസിന്റെ പണമിടപാട് സംബന്ധിച്ച് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ലാവ്ലിൻ കേസിന് വീണ്ടും